ഞാൻ 2-3 മാസമായിട്ട് പറയുന്നൊരു കാര്യമാണ് ബജറാൻ ദളിനെ അമേരിക്ക, അതായത് ഉപരോധം, സാങ്ഷൻ ഇമ്പോസ് ചെയ്യും ഇന്ത്യയിൽ ഈ നടക്കുന്ന വയലൻസ്, പ്രത്യേകിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെ. പല ആൾക്കാരും അത് കാര്യമായിട്ടൊന്നും വിശ്വസിച്ചില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ വളരെ കൺഫേം ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അല്ല, വെറുതെ ചാടിക്കേറിയൊന്നും ഉണ്ടായതൊന്നും അല്ല ഇത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അമേരിക്ക ഒരു ഹാർഡ് കോർ ക്രിസ്ത്യൻ രാജ്യമാണ്. അതേപോലെ ഒരു ഹാർഡ് കോർ ക്രിസ്ത്യൻ രാജ്യം ഇന്നീ ലോകത്തില്ല. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഭരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾ കണ്ടു കാണും, 2-3 ദിവസം മുമ്പ് അവിടെ പാസ്റ്റർമാരെല്ലാം കൂടെ അയാളുടെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹാക്സറ്റ്, അയാളുടെ പത്രസമ്മേളനം, പ്രസ് ബ്രീഫിംഗ് നിങ്ങൾ നോക്കുക. അത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ബിബ്ലിക്കൽ വേർഷനോടുകൂടിയ. അതുകൊണ്ടാണ് പറഞ്ഞത് ഹാർഡ് കോർ ക്രിസ്ത്യൻ രാജ്യമാണ് അമേരിക്ക. യൂറോപ്യൻ രാജ്യങ്ങളെ പോലൊന്നും അല്ലാതെ. അവരൊരു കാരണവശാലും ഇന്ത്യയിൽ ഈ നടക്കുന്ന ക്രിസ്ത്യൻ അറ്റാക്കിനെ അവർ ഇഗ്നോർ ചെയ്യില്ല. 100% ഇഗ്നോർ ചെയ്യത്തില്ല. കാരണം എനിക്ക് ഒത്തിരി അമേരിക്കൻസുമായിട്ട് ബന്ധമുണ്ട്, ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അറിയുന്നതാണ്. അപ്പം അവരുടെ ഒരു ഉള്ളിലിരിപ്പ് അറിയാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതായത് കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഈ റിലീജിയസ് ഫ്രീഡവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതേപോലെ USCIRF, യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ റിലീജിയസ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം, ഇത് ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ഇതൊരു പ്രൈവറ്റ് NGO ഒന്നും അല്ല. ഇത് വൈറ്റ് ഹൗസിൻ്റെ അണ്ടറിൽ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന, അമേരിക്കയുടെ ഫെഡറൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വൈസറി ബോർഡാണിത്. അതിനകത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുണ്ട്, ഡെമോക്രാറ്റ്സ് ഉണ്ട്, അവിടുത്തെ ഇൻ്റലക്ച്വൽസ് ഉണ്ട്, റിലീജിയസ് ആൾക്കാർ, ഹിന്ദു ബിലീവ് ചെയ്യുന്ന ആൾക്കാർ വരെ ആ ബോഡിയിലുണ്ട്. അവരാണ് സാങ്ഷൻ ചെയ്തത്. RSSനെതിരെ ഡയറക്റ്റ് സാങ്ഷൻ. അവരുടെ സ്വത്ത് അസറ്റുകൾ ഫ്രീസ് ചെയ്യുക, അവരുടെ ആൾക്കാരെ അമേരിക്കയിൽ വരാൻ പറ്റില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന പണം ഫ്രീസ് ചെയ്യുക, അതായത് ഉപരോധം ഏർപ്പെടുത്തുക. ആദ്യമായിട്ട് RSSൻ്റെ പേരെടുക്കുകയാണ്. ഇപ്പം RAW, അപ്പം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവരെയും കൂടെ പിടിച്ചങ്ങിട്ടു. അല്ല, ഇന്ത്യ എടുത്ത് ഏജൻസിയും കൂടെ അതിൻ്റെ അത് പിടിച്ചിട്ടു. ആലോചിച്ച് നോക്കുക, എത്ര സ്ട്രോങ് ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇന്ത്യയിലെ RAWൻ്റെ ഒഫീഷ്യൽസിന് അമേരിക്കയിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഈ RSSൻ്റെ ആൾക്കാർക്ക് അമേരിക്കയിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കും, പല ആൾക്കാർ ഉദ്ദേശിക്കും, അമേരിക്കയിൽ പോയില്ലെങ്കിൽ എന്താ, RSSന് എന്താ കുന്തം? ഇതൊക്കെയാണ് നിങ്ങളുടെ അബദ്ധ ജടിലമായ കാര്യങ്ങൾ. ഒന്നാമത്തെ ഒരു കാര്യം പറയാം. മോദിയുടെ പ്രോഗ്രാം നടക്കും, ഹൗഡി മോഡി, ഇന്ത്യൻ ഡയസ്ഫോറ. ഈ പ്രോഗ്രാം ആരാ നടത്തുന്നേ? ഇതിനാരാ ഈ ഫണ്ട് പിരിക്കുന്നത്? ഇതാരാ ഓർഗനൈസ് ചെയ്യുന്നത്? ഇന്ത്യയിലെ RSS എന്ന രാഷ്ട്രീയ സ്വയം സംഘ്. അമേരിക്കയിൽ അതിൻ്റെ പേര് ഹിന്ദു സേവാ സംഘ്, HSS. 238 ശാഖകൾ, ഏകദേശം 38 സ്റ്റേറ്റുകളിൽ അമേരിക്കയിലുണ്ട്. ഇവർക്ക് ശാഖകളുണ്ട് അവിടെ. ഞാൻ ഈ ശാഖയിൽ പോയിട്ടുണ്ട്. അമേരിക്കയിലെ പല അമ്പലങ്ങളും അത് റൺ ചെയ്യുന്നത് HSS ആണ്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട യോഗ കേന്ദ്രങ്ങൾ ആരാ നടത്തുന്നത്? ഈ HSS. അമേരിക്കയിൽ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്. അതേപോലെ ഹിന്ദു ആശ്രമങ്ങളുണ്ട്, ശ്രീരാമകൃഷ്ണ മിഷനുണ്ട്. ഇതിൻ്റെയൊക്കെ മേൽനോട്ടം ആർക്കാ? ഈ പറയുന്ന RSSൻ്റെ മേൽനോട്ടമാണ്. ഇവിടുന്നുള്ള ആൾക്കാർ അവിടെ പോയി അവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നു. ഈ പുല്ലെല്ലാം അവിടെ അടച്ചു കൂട്ടും. അതേപോലെ എല്ലാ വർഷവും ഇന്ത്യയിൽ വരുന്ന RSSുമായി ബന്ധപ്പെട്ട പല സംഘടനകൾ,
BHP, അത് ഇത് സേവാഭാരതി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സംഘടനകളുണ്ട്. അപ്പം അതിനൊക്കെ ഫണ്ട് വേണം. RSS നടത്തുന്ന സ്കൂളുകളുണ്ട് ഇന്ത്യയിൽ. അവർ നടത്തുന്ന ഈ പ്രായമുള്ളവരുടെ ഇതുണ്ട്, അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. കുറച്ചേ ഉള്ളൂ. ഇതിനൊക്കെ എവിടുന്ന് ഈ പണം വരുന്നത്? ഇന്ത്യ കഴിഞ്ഞ് ലോകത്ത് ഏറ്റവും കൂടുതൽ RSSന് ഫണ്ട് കിട്ടുന്ന രാജ്യം ഏതാ? ഏകദേശം എല്ലാ വർഷവും 1586 കോടി. കഴിഞ്ഞ വർഷത്തെ കണക്കാണ്. നിങ്ങൾ FCRൽ എടുത്തു നോക്കി, പല സംഘടനകളിലായിട്ട്. ഇത് വന്നിരിക്കുന്ന അമേരിക്ക എന്നാണ്. ഏറ്റവും കൂടുതലുള്ള ന്യൂജേഴ്സിയിലെ. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ മാസവും RSSൻ്റെ 10-15 ആൾക്കാർ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ പോകാറുണ്ട്. ട്രെയിനിങ് പരിപാടികൾ. അതേപോലെ ഇന്ത്യൻ കൾച്ചർ പഠിപ്പിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇതൊക്കെ ആരാ റൺ ചെയ്യുന്നത്? RSS. അവരുടെ ആ ബോഡിയുണ്ട്, HSS. പണം ആരാ സ്വരൂപിക്കുന്നത്? അവരാണ് സ്വരൂപിക്കുന്നത്. അപ്പം ഇത് ഫർദർ അപ്പം അസറ്റ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഇല്ലയോ? പ്രശ്നമുണ്ട്. ഇതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ച ബജ്രാംഗ് ദൾ വരെ പോകുന്ന. പക്ഷെ RSSൻ്റെ അടുത്ത് ദൂരെ കളഞ്ഞ് കൂടെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ RAW അതിനെ എടുത്ത് സാങ്ഷൻ. അതായത് അമേരിക്കയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ബോഡി, അത് പ്രസിഡന്റ് ഓഫ് അമേരിക്ക, കാരണം RSSനെ സാങ്ഷൻ ഏർപ്പെടുത്തു. ഈ പുല്ലെല്ലാം അവിടുന്ന് തിരിച്ച് ഇന്ത്യയിലോട്ട് വരും. ഈ പറയുന്ന അമ്പലങ്ങൾ പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതാകും. ഇനി RSSന് ഫണ്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ബിസിനസ്സുകാർ ആലോചിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് അതിൻ്റെ റൂട്ട് പോകുന്നതെന്ന്. ഇന്ത്യയിലായിരിക്കും, പക്ഷെ അവർക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് കാണും, അമേരിക്കൻ ബിസിനസ് കാണും. അവരുടെ പോലും യാത്ര ഇവർ ബ്ലോക്ക് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഈ അമേരിക്കൻ സാങ്ഷനെ എല്ലാവർക്കും പേടിയുക. അവർ ഇൻഡിവിജ്വൽസിനെ ചെയ്യുമ്പോൾ മനസ്സിലായി അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും ദൂരെ കളയും. ഇത് ഞാൻ പല ആവർത്തി പറഞ്ഞ ക്രിസ്തുമസ് അറ്റാക്ക് നടന്നപ്പോൾ പറഞ്ഞു, അതിനു മുമ്പ് ഈ പറയുന്ന പള്ളികൾ അറ്റാക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, ഈ പറയുന്ന വർഷിപ്പിൻ്റെ സംഭവം അറ്റാക്ക് ചെയ്തപ്പോൾ പറഞ്ഞു. അതിനകത്ത് കയറി ബൈബിൾ അടിച്ച് വലിച്ചു കയറുന്നു, അടിക്കുന്നു, പിടിക്കുന്നു. അപ്പോഴും പറഞ്ഞു ഇതുണ്ടാകും. ഇതവർ വെറുതെ നോക്കിയിരിക്കത്തൊന്നുമില്ല. ഒരിക്കലും ധരിക്കരുത് അവർ പൊട്ടന്മാരാണ്, നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണ്. ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷനാണ് ഓരോ ദിവസം H1B വിസ, ഗ്രീൻ കാർഡ് അതിനകത്ത് നമ്മളെ ഇട്ട് ഒതുക്കുന്നത്. അതായത് അമേരിക്കയുടെ മുമ്പിൽ ഓപ്ഷനുണ്ട്, നമുക്ക് ഓപ്ഷനില്ല. കാരണം നമുക്കവിടെ ജോലി ചെയ്തേ മതിയാവത്തുള്ളൂ. ഇനി അമേരിക്ക ഇതെടുത്തു, ഈ ഡിസിഷൻ എടുത്തു. ഇനി അടുത്ത ഫർദർ എന്തുവാ? ഇതുവാ അവരുടെ അലയൻസ് രാജ്യങ്ങളുണ്ട്, അവരും ഇതൊന്ന് ഫോളോ ചെയ്യും. അവരും പറയും ഇതുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരണ്ട. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഈ അമേരിക്ക ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങളും ആ തീരുമാനം എടുക്കും. അറബ് രാജ്യങ്ങൾ തീരുമാനം എടുക്കും. ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ നേരത്തെ പല ആവർത്തി മോദി വന്ന സമയത്ത് ഇതേപോലെ റിപ്പോർട്ടുകൾ വരുമ്പോഴൊക്കെ ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇതെല്ലാം മാറ്റി അങ്ങ് വെച്ചു. RSSൻ്റെ പേര് വന്നില്ല. ഇപ്പം കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് RSSൻ്റെ പേര് വന്നു, അതിൻ്റെ പല നേതാക്കളുടെയും പേര് വന്നു. ആ ഓർഗനൈസേഷനുമായിട്ടുള്ള ബന്ധമുള്ള അതിൻ്റെ റിപ്പോർട്ട് മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കണം. ഭയപ്പെടുത്തുക. അതാണ് ഇന്ത്യ ഷോക്കായി പോയത്. പെട്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ് പ്രതികരിച്ചു. ഇത്രയും ജനമുള്ള രാജ്യമാണ്, അതാണ് ഇതാണ് മാടയാണ് കോടയാണ്. അതായത് ഇത് മനസ്സിലാക്കുക, ഇന്ത്യ അമേരിക്ക, ഇന്ത്യ ലോകരാജ്യങ്ങളുമായിട്ടുള്ള പഴയ ബന്ധം അത് ഈ രീതിയിൽ ഇന്ത്യയിൽ മൈനോറിറ്റി ക്രിസ്ത്യൻസിനെതിരെ നടക്കുന്ന അറ്റാക്ക്, അതേപോലെ തന്നെ മുസ്ലിം, ഇതിൻ്റെ അകത്ത് മുസ്ലിങ്ങളെയും പിടിച്ചിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്ത്. റോഹിംഗ്യ മുസ്ലിംസിൻ്റെ കാര്യവും നേരത്തെ ഈ പശുവുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ ആ സമയത്ത് ഇവർ റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ ഒരു RSSൻ്റെ പേര് പറഞ്ഞില്ല. ഹിന്ദുവിലെ ഫ്രിഞ്ച് എലമെൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഇപ്രാവശ്യം RSSനെ ഫ്രിഞ്ച് എന്നല്ല, ഈ ഓർഗനൈസേഷൻ RSS തന്നെയാണ് ഇതിൻ്റെ എല്ലാം ചെയ്യുന്നത്. അവരാണ് ഇതിന് മുഴുവനും ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യണം. ഇന്ത്യക്ക് വെപ്പൺസ് കൊടുക്കാൻ പാടില്ല. ആലോചിച്ച് നോക്കുക, അവരുടെ വെപ്പൺസ് മേടിച്ച് ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ട്രേഡ് നടത്താൻ പാടില്ല.
അതാണ് ഞാൻ പറഞ്ഞ കഷ്ടകാലം ഇന്ത്യയുടെ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെയാണ് ഈ ലക്ഷണങ്ങളല്ല കഴിഞ്ഞ ഒരു വർഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഓരോ ഭാഗത്ത് ഓരോന്നായിട്ട് പാവം പിടിച്ച ദളിറ്റ്സ് ആ ഇഷ്യൂസൊക്കെ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. ദളിറ്റ്സിനെ ചവിട്ടി അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനെല്ലാം കാരണം RSS ആണ് പറയാൻ. അപ്പം എന്താണ് നേട്ടമുണ്ടായത്? ഇന്ത്യ പൂർണ്ണമായിട്ട് ലോകത്ത് ഒറ്റപ്പെടാൻ പോകുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഇവിടെ റിലീജിയസ് ഫ്രീഡം ഉള്ള രാജ്യം. കാരണം ആർക്കും ഇഷ്ടമുള്ളിടത്ത് വിശ്വസിക്കുക, ഇഷ്ടമുള്ളിടത്ത് പോകാം. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും 10-14 വർഷത്തെ അതായത് ആൻറ്റി കൺവേർഷൻ ബില്ല് അനാവശ്യമായിട്ട് ആൾക്കാരെ പിടിച്ച് ജയിലിലടയ്ക്കുക. ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്. ഈ രീതിയിലൊന്നും പോകാൻ പറ്റത്തില്ല ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം. കാരണം നിങ്ങൾ ഹിന്ദു രാജ്യം അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷേ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും അവൻ്റെ വിശ്വാസത്തെയും എങ്ങനെ നിങ്ങൾക്ക് കയറി പിടിക്കാൻ സാധിക്കും? അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയും പ്രധാനമന്ത്രി മോദിയും അതേപോലെ തന്നെ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനും ഒരിക്കലും ചിന്തിച്ചില്ല RSSൻ്റെ മുകളിൽ ഈ പറയുന്ന സാങ്ഷൻ ഇമ്പോസ് ചെയ്യും, ഉപരോധം. ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ എത്ര പേര് RSS കണക്റ്റഡാണ്? ഇവർക്ക് ഇനി ട്രാവൽ ചെയ്യാൻ പറ്റും. RAW ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പോകാൻ പറ്റും. അതായത് ഗവൺമെൻറ്റിനെ വരിഞ്ഞങ്ങ് പൂട്ടി. ഇത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ 100% ഇത് ഇമ്പോസ് ചെയ്യും. കാരണം ഗവൺമെൻറ് ബോഡിയെ വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അമേരിക്കയാണ്. 1 ട്രില്യന് മുകളിലാണ് അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം അത്രമാത്രം പണം അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത്രമാത്രം അവർക്ക് അവരുടേതായിട്ടുള്ള അമേരിക്കൻ ഇൻ്റലിജൻസ് ഇന്ത്യയിലെ വ്യാപകമാണ്. ആദ്യം നിങ്ങൾ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കുക, ഇന്ത്യക്കാർ ഒറിജിൻസ് ഇഷ്ടം പോലെ അമേരിക്കയിലുണ്ട്. അതിനകത്ത് 15-20% പേരും അവർ ഹിന്ദുക്കളായിരുന്നു, അവർ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളാണ്. അതാണ് ഈ അമേരിക്കയിൽ നിങ്ങൾ കുട്ടികളെയൊക്കെ വിടുന്നതൊക്കെ എല്ലാം കൊള്ളാം. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കൺവേർഷൻ ഉണ്ടാകും. അതാണ് അതിൻ്റെ മാറ്റം എന്ന് പറയാം. പുതിയ ജനറേഷൻ, പുതിയ തോട്ട്സാണ്. അത് ഉറപ്പായിട്ടുമുണ്ട്. ഈ IT-യുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർ H-1B വിസയിലൊക്കെ പോകുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരുടെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് ഇന്നും ഇന്ത്യക്കാരുടെ മാത്രമൊന്നും ലോകത്തെല്ലാം ഉള്ളവരുടെയൊക്കെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കാര്യമുണ്ട്. അവിടെ ഉള്ളത്രയും ഓപ്പർച്യൂണിറ്റി, ലൈഫ് സ്റ്റൈല് ലോകത്തെ ഒരു രാജ്യത്തും കൊടുക്കാൻ പറ്റുന്നില്ല. അതതിൻ്റെ കാര്യം. അതുകൊണ്ട് അങ്ങോട്ടങ്ങ് പോകും. അവിടെ നിലനിൽപ്പും അവിടെ ജീവിത സാഹചര്യമായിട്ട് ഇതൊക്കെ അങ്ങ് കൺവേർട്ടാവും. പിന്നെ അവിടുത്തെ ഗവൺമെൻറ് സർവീസിലാകും, അവിടുത്തെ സ്പൈ ഏജൻസിയിലാകും. ഈ ഡൽഹിയിൽ, ഞാൻ ഡൽഹി സിറ്റി താമസിക്കുന്നത്, ഇവിടെ ശരിക്കും അമേരിക്കൻ സ്പൈ ഓപ്പറേഷൻ ഉണ്ട് ഇന്ത്യയിൽ ഓരോ ചർച്ചിലൊക്കെ നടക്കുന്ന ഓരോ അറ്റാക്ക്, പോലീസുകാർ ആൾക്കാരെ വെറുതെ പിടിച്ചോണ്ട് പോകുന്നു, ക്രിസ്മസ് അറ്റാക്ക്, ഇതൊക്കെ അതേപടി അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെക്കാനിസം അറിയാം, അത് എങ്ങനെ ഇത് ചെയ്യുന്നതാണ്. ആ റിപ്പോർട്ടിന് അവർക്ക് ആൾക്കാരുണ്ട് ഇവിടെ. അതെല്ലാം വെച്ചിട്ടാണ്, എവിഡൻസ് മുമ്പിൽ വെച്ചിട്ടാണ് ഇവർ തീരുമാനിക്കുന്നത്. ഇനി എങ്ങനെ RSSനെ വിശ്വസിക്കാൻ സാധിക്കും? അതായത് മനസ്സിലാക്കുക, മോദിയുടെ മറ്റേ ഡൽഹി അമേരിക്കൻ പരിപാടിയും ഹൗഡി മോഡിയും ഹൂസ്റ്റണിലെയും ടെക്സാസിലെയും ന്യൂയോർക്കിലെയും മാഡിസൺ സ്ക്വയറും ഇതൊക്കെ ഇനിയൊരു ഡ്രീം ആയിരിക്കും. കാരണം ഇവർക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഗുജറാത്തികളും മറ്റ് പല ആൾക്കാർക്കും പിന്നീട് പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം വല്ലാത്ത രാജ്യം. നിങ്ങൾ കണക്കെടുത്ത് നോക്കണം. കഴിഞ്ഞ 2 വർഷം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്കെതിരെയാണ് ഹെയ്റ്റ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഹെയ്റ്റ് ഉണ്ടായിരിക്കുക. എന്തുകൊണ്ടാണ് അമേരിക്കൻ സോഷ്യൽ മീഡിയയിൽ പല ഇന്ത്യക്കാരും വിഡ്രോ ആയി പോയത്? ഇന്ത്യ അവിടെ ജീവിക്കുന്ന കാരണം വല്ലാത്ത രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. പല ഇഷ്യൂ. ഈ ബേസിക്കലി ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻ ഇഷ്യൂ ആണ് അവരുടെ മെയിൻ ഇഷ്യൂ, സംഭവം എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന RSSും ബജറാംഗ് ദളും എന്ത് അച്ചീവ് ചെയ്തു ഇന്ത്യയിൽ? അവർക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ നേപ്പാളിലോട്ട് നോക്ക്. ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോക്കകത്ത് നേപ്പാളിൻ്റെ ഒരു കണക്കെടുക്കാം. കഴിഞ്ഞിടയ്ക്ക്
നേപ്പാളിലെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ, ഇപ്പോഴും അയാൾ ഹിന്ദു വിശ്വാസിയാണ്. അയാൾ പറഞ്ഞത് അയാളും അയാളുടെ ഒരു കൂട്ടരും എല്ലാം കൂടെ ചേർന്ന് നേപ്പാളിൽ കണക്കെടുത്തു. നേപ്പാളിൻ്റെ ഇപ്പോൾ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും അമ്പലങ്ങളെക്കാളിലും ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻ ഈ പെന്തക്കോസ്റ്റ് ചർച്ചുകളാണ് നേപ്പാളിൽ. ആ മാറ്റമാണ് ഉണ്ടായേക്കുന്നത്. അതാരാ ഉണ്ടാക്കിയെടുത്തത്? ഇത് ലോകത്തിൻ്റെ ഒരു ചേഞ്ചാണ്. ആ ചേഞ്ച് ഉണ്ടാകും. അത് ഇന്ത്യയിലും ഉണ്ടാകുന്നു. നിങ്ങൾ എത്ര തടയാൻ ശ്രമിച്ചാലും അടിക്കാനും പിടിക്കാനും ശ്രമിച്ചാൽ ഒരു പുല്ലും നടക്കത്തില്ല. ഇതേപോലെ ഗ്ലോബലായിട്ട് നമ്മൾ ഐസൊലേറ്റഡ് ആയി പോകും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വിശ്വഗുരു അടുപ്പും വെറും വിശ്വഗുരുവായി മാറി. ഇതാണ് ഞാൻ പറഞ്ഞ മോദിക്ക് പലയിടത്തും തെറ്റി. ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. പശു ഇറച്ചിയുമായിട്ടും ഇതൊക്കെ ബന്ധപ്പെട്ട് ഒരു സമയത്ത് മുസ്ലിങ്ങളെ ഭയങ്കര ഭീഷണിപ്പെടുത്തി. അന്ന് ഈ പാവം പിടിച്ചവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളില്ലായിരുന്നു. പക്ഷെ ഇന്ന് നേരെ തിരിഞ്ഞു. ക്രിസ്ത്യൻസിനെതിരെ അറ്റാക്ക് ഉണ്ടായ സാക്ഷാൽ അമേരിക്ക, ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ, ഏറ്റവും കൂടുതൽ രണ്ടാമത് വെപ്പൺ മേടിക്കുന്ന രാജ്യം, അവരാണ് ഇന്ത്യക്കെതിരെ തിരിയുന്നത്. ഇതോടുകൂടി സംഭവങ്ങൾ വളരെ കൃത്യമാണ്. RSSനെ ഫ്യൂച്ചറിൽ ടെറർ ഓർഗനൈസേഷനായിട്ട് അമേരിക്ക ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്.